10-18 കൊല്ലം പഠിച്ചിട്ടും ഒരു സാധാരണ കമ്പനിയിൽ അടിമയായിട്ടായിരുന്നു ഇവന്റെ പണി. ഇവന്റെ കൂടെ ഒരു വീട്ടിൽ താമസിക്കുന്നത് 5 പേരാണ്. ഇവൻ ആ കമ്പനിയിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇവരോട് പറയുന്നുണ്ട്. അവരും ഇതുപോലത്തെ ചെറിയ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരായിരുന്നു. നമുക്കൊരു ഹോട്ടൽ തുടങ്ങിയാൽ ഇവനിൽ നിന്നും രക്ഷപ്പെടാമെന്ന് മൂത്തയാൾ പറയുന്നു. അതിനായി ബാക്കി 4 പേരുടെയും സപ്പോർട്ടുമുണ്ട്. പക്ഷേ ചുരുങ്ങിയത് 50 ലക്ഷം രൂപയെങ്കിലും വേണമായിരുന്നു ഒരു പുതിയ ഹോട്ടൽ സ്റ്റാർട്ടാക്കാൻ. ആ പൈസക്ക് വേണ്ടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. ഇവർ പ്രേതമുള്ള സ്ഥലത്ത് പോയി ലൈവ് വീഡിയോ ചെയ്യുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ പ്രേതത്തെ ഇവർ തന്നെയായിരുന്നു ക്രിയേറ്റ് ചെയ്തത്. അങ്ങനെ ആദ്യ ദിവസത്തെ ലൈവ് വീഡിയോ പൊളിഞ്ഞു. അടുത്ത ദിവസം റിയൽ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു പേടിപ്പെടുക്കുന്ന വീട്ടിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ഇവർക്കൊരു പവർഫുൾ ബുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ പറഞ്ഞതുപോലെ ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കുമെന്ന് പറയുന്നു. അതിനുവേണ്ടി ഇവർ ഒരു നാരങ്ങയൊക്കെ പിടിച്ചിട്ട് അതിൽ പറഞ്ഞതുപോലെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതിനുശേഷം വീട്ടിൽ വന്നപ്പോൾ അവിടെ പല സംഭവങ്ങളും നടക്കുന്നു. വീട്ടിലെ ഭക്ഷണം മൊത്തം കാലിയാവുന്നു. പിന്നീട് ഒരു നാരങ്ങയിൽ നിന്ന് വരുന്ന പ്രേതമാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ആ പ്രേതം ഒരാളുടെ ദേഹത്ത് കൂടിയതിനു ശേഷം അവിടെയുള്ള ഭക്ഷണം മൊത്തം കാലിയാക്കുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ പ്രേതം അവരുടെ ബോഡിയിൽ നിന്നും പോകുന്നു. എന്നിട്ട് ആ നാരങ്ങയിൽ പോയിരിക്കും. ഒരു സാമിയെ ചെന്ന് കണ്ടപ്പോൾ ആ നാരങ്ങക്ക് ചുറ്റും ഒരു പൊടി ഇടാൻ പറയുന്നുണ്ട്. അത് ഇട്ടത് കൊണ്ട് തന്നെ ആ പ്രേതത്തിന് പുറത്തേക്ക് വരാൻ സാധിച്ചില്ല. അതിന്റെ ഇടക്കായിരുന്നു ഇവന്റെ ഒരു ബന്ധു ഓട്ടിസം ബാധിച്ച മകനെ ചികിത്സയ്ക്ക് വേണ്ടി കുറച്ച് ദിവസത്തേക്ക് അവരുടെ അടുത്താക്കുന്നു. ആ ചെങ്ങായി പോയിട്ട് ആ ലെമൺ ലൈമാക്കി കുടിച്ചതും ആ പ്രേതം അവന്റെ ശരീരത്തിലേക്ക് പോയി. അവൻ പിന്നീട് ഫുൾ ടൈം തീറ്റ ഓൺലി. ഇവർ ഫുഡ് കൊടുക്കാത്തത് കൊണ്ട് അടുത്തുള്ള വീട്ടിലും കയറി കഴിക്കുന്നുണ്ട്. ആ പ്രേതത്തിനോട് നീ ആരായെന്ന് ചോദിച്ചപ്പോൾ അവന്റെ കഥ പറയുന്നു. തന്റെ അമ്മൂമ്മയുടെ ചിലവിൽ ഫുൾ ടൈം ഫുഡ് അടിക്കുന്ന ഒരു വ്യക്തി. തന്റെ അമ്മൂമ്മ മരിച്ചപ്പോൾ പട്ടിണിയാവുന്നുണ്ട് അവൻ. അങ്ങനെ അവൻ ആളുകൾ മരിച്ചാൽ അവർക്ക് കഴിക്കാൻ എന്ന പേരിൽ വെച്ച ഭക്ഷണം കഴിക്കുന്നു. അത് കണ്ട അവിടുത്തെ ഒരാൾ അവനെ കല്ലെറിഞ്ഞു കൊല്ലുന്നു. ആ സ്ഥലത്ത് വെച്ചായിരുന്നു ഇവർ ആ നാരങ്ങ കൊണ്ടുള്ള പൂജ നടത്തിയത്. വളരെ നല്ലൊരു പ്രേതമായിരുന്നു അവൻ. അവനെ തീറ്റ മത്സരത്തിലും മറ്റും പങ്കെടുപ്പിച്ച് ഇവർക്ക് ഹോട്ടൽ തുടങ്ങാനുള്ള പണം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് ഇവരും നല്ല കമ്പനിയാവുന്നു. പക്ഷേ ആ സ്വാമി പറയുന്നുണ്ട് ഇത് വേറെ ഒരാളുടെ ബോഡിയാണെന്ന്. അങ്ങനെ ആ പ്രേതത്തെ ആ ശരീരത്തിൽ നിന്നും സ്നേഹത്തോടെ പറഞ്ഞുവിടുന്നു. അതിനുശേഷം പ്രേതത്തിന്റെ പേര് നൽകിയ ബക്കാസുര റെസ്റ്റോറന്റ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നു.